ഇപ്പൊ കറന്റ്ലി ഇപ്പൊ ഉണ്ണിമുന്നേനായിട്ട് എന്തെങ്കിലും വിഷയമുണ്ടോ? എടേ എനിക്ക് ആളായിട്ട് കോണ്ടാക്ട് പോലും ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എന്റെ വീട്ടുകാർ തെറി വിളിച്ചു എന്നുള്ള ഫാക്ട് എന്റെ മനസ്സിൽ കിടക്കും. പക്ഷെ അതൊന്നും ഞാൻ ഈ പറഞ്ഞ മാതിരി സിനിമേന്റെ കാര്യത്തിൽ എടുക്കൂല. അതൊക്കെ പേഴ്സണൽ തിങ്സ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു പേഴ്സണൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും എന്നല്ലാതെ ചിലപ്പോൾ അയാളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ മാറിപ്പോവും, അങ്ങനെയൊക്കെ. അല്ലാതെ അയാൾ ചെയ്തൊരു പ്രൊഡക്റ്റോ അയാളുടെ ഹാർഡ് വർക്കിനോ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, അതിൽ ചെയ്യില്ല. അല്ല, ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് സോർട്ട് ഔട്ട് ചെയ്യാൻ ഉദ്ദേശമല്ല, ഇങ്ങനെ തന്നെ പോട്ടെ എന്നുള്ള. ഇല്ല ബ്രോ, അതില്ല. ഞാൻ എന്നെ മാറ്റി വിളിച്ചു കൊണ്ടുപോയിട്ട് ഞാൻ പച്ചയ്ക്ക് പറഞ്ഞേ അനക്ക് തന്നെ മനസ്സിൽ കിടക്കുവേ. ഇനി എപ്പോഴാണെന്നുണ്ടെങ്കിൽ അനക്ക് എന്നോടൊരു ദേഷ്യം ഉണ്ടാവുക, ഓണസ്റ്റ് ആയിട്ട് പറ, ദേഷ്യം ഉണ്ടാവൂല്ലേ? ആ ഒരു അത്രേ ഉള്ളൂ. ആ ഒരു സാധനം നമുക്ക് കിടക്കും. നമ്മളെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം ഉണ്ടാവും. അല്ലാതെ അത് വിചാരിച്ചിട്ട് നാളെ പോയി ഇന്നെ കിട്ടിയപ്പോ ഞാൻ എന്നെ പറഞ്ഞതിന് ശേഷം ഈ നേരെ കൊണ്ടുവന്നിട്ട് പിന്നെ വീഡിയോ എടുക്കാനല്ലേ പറഞ്ഞേ. ഈ എന്നെ തൊഴിൽ ചെയ്യുന്നുണ്ടോ? ഞാൻ എന്റെ തൊഴിൽ ചെയ്യുന്നു, അയാളെ തൊഴിൽ ചെയ്യുന്നു. പേഴ്സണലി നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ. മാർക്കോക്ക് മുന്നേ ഒരു പാൻ ഇന്ത്യ റീച്ചുള്ള ഓൾറെഡി നടനാണ്. പക്ഷെ മാർക്കോക്ക് ശേഷം ക്രൂ മെമ്പേഴ്സ് തന്നെ അദ്ദേഹത്തെ ഇപ്പോൾ സൂപ്പർ സ്റ്റാർ എന്ന ടാഗ് കൊടുത്തിട്ടുണ്ട്. ക്രൂ മെമ്പേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിനോട് എങ്ങനെ യോജിക്കുന്നു? സൂപ്പർ സ്റ്റാർ തന്നെയാടാ, അതൊരു സംശയമില്ല. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, ഒരു നടൻ ഒറ്റയ്ക്ക് നിന്നൊരു ഇൻഡസ്ട്രിയിൽ വളർന്നു വരിക എന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ ഉണ്ണിമുകുന്ദന് വില്ലൻ സീക്രട്ട് ഏജന്റ് എന്നുള്ളത് തന്നെ അയാളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഡിസ്റെസ്പെക്റ്റ് ആണ്. അയാൾ കോടിക്കണക്കിന് രൂപ മുടക്കി പടം ചെയ്യുന്നു, അയാളുടെ പ്രൊഡക്ഷൻ, അയാൾ അഭിനയിക്കുന്നു, അയാളുടെ എഫേർട്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പടത്തിന് വില്ലനേക്കാൾ വലിയ ഹൈപ്പാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അയാളോട് നിങ്ങൾ അത് ചെയ്യരുത് ഒരിക്കലും. നിങ്ങൾ അയാൾക്ക് ഇൻഡസ്ട്രിയിൽ അയാളുടേതായിട്ടുള്ളൊരു സ്ഥാനം അയാൾ നേടിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ റെസ്പെക്ട് ചെയ്യുന്നേ വേണം. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ അയാൾക്ക് വലിയ ഗോഡ് ഫാദേഴ്സ് ഒന്നും ഉള്ളതായിട്ട് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ പലർക്കും ഉണ്ട്, നെപ്പോട്ടിസം ഉണ്ട്, ഗോഡ് ഫാദേഴ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇങ്ങേർക്ക് അങ്ങനെ ഒന്നുമില്ല. എനിക്ക് പറയാനുള്ള ജനങ്ങളോട്, എന്നേക്കാൾ വലിയ വില്ലന്മാരാണ് ഇൻഡസ്ട്രിക്കകത്ത് ഇയാൾക്കെതിരെ ഉള്ളത്. നിങ്ങൾ എൻ്റെ മറവിൽ അവർ രക്ഷപ്പെട്ടു പോകണു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു നടന് അയാളുടെ കരിയറിനെ ബാധിക്കും. ഇവിടെ ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ തന്നെ ഒരാളെ സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങൾ ആലോചിച്ച് വെക്കുക, ഞാനില്ലപ്പോഴും ഇല്ലാത്തപ്പോഴും. ഇപ്പം മേപ്പടിയാൻ്റെ കാലത്ത് പ്രശ്നം ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. അത് കഴിഞ്ഞുള്ള സിനിമകളും അതിന് മുമ്പുള്ള സിനിമകൾക്കും അയാൾക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. മാളികപ്പുറം കഴിഞ്ഞതിന് ശേഷം മാത്രമല്ലേ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ഫാക്ട് വന്നിട്ടുള്ളൂ. ആൻഡ് ജയ് ഗണേഷ് ഇറങ്ങിയപ്പോൾ ഞാൻ ഈ സ്പോട്ടിലല്ലേ, ഞാൻ ബിഗ് ബോസിനകത്താണ്, അന്നും സീനുകളില്ലേ. സോ ഇറ്റ് ഡസന്റ് മേക്ക് എനി ഡിഫറൻസ്. അല്ല, ഈ അതിന്റെ ഇടക്ക് ഫോണില് ഈ അരിയണ്ണൻ, അതായത് പറയാ അങ്ങനെ തന്നെ പറയുകയാണെങ്കിൽ ഞാനേ പറയുന്ന അരിയണ്ണൻ. അപ്പൊ ഉണ്ണിമുകുന്ദൻ ഇന്റർവ്യൂല് റീസെന്റ് ആയി മാളികപ്പുറത്തിന് ശേഷമുള്ള ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്താണ്, ഞാൻ എന്റെ തെറി കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ ജീവിച്ചോട്ടെ. അതൊക്കെ കേൾക്കുമ്പോ ഹേട്ടാവാറുണ്ട്. ഇല്ലടാ, കാരണം എന്താ അറിയോ, അയാൾ എന്നെ വിളിച്ചു കോൾ തന്നെ. ഞാൻ പറയുന്നുണ്ട് ബ്രോ ഞാനിത് അപ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ ഇത് അപ്ലോഡ് ആയി, അതാണ് ഞാൻ പറഞ്ഞ ടേം. അപ്പൊ എന്നോട് പറഞ്ഞു ക്യാൻ യു ജസ്റ്റ് ലൈക്ക് എന്താ പറയാ, ആ ഒരു സാധനം മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഫൈൻ. അപ്പത്തേക്കും അതെന്ത് ചെയ്തു, അങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് പോവാണ് ആ വീഡിയോ ഉണ്ടായത്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, ആ കോൾ എൻ്റെ ഞാൻ ഇട്ടിട്ടില്ല. പലരുടെയും വിചാരം ഞാൻ ആ വീഡിയോ ഇപ്പോഴും അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഒരു കോളിന്റെ വീഡിയോ അന്ന് ആ കയറി ഒരു എനിക്ക് തോന്നുന്നൊരു ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിനുശേഷം പിന്നെ എന്തില്ല. പിന്നെ അയാൾ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ രണ്ടാമത്തെ പോർഷനും അപ്ലോഡ് ചെയ്തു. പക്ഷെ അപ്പോഴൊന്നും ഈ പറഞ്ഞ പോലെ എന്തില്ല, എനിക്ക് അയാളുടെ ഒരു വർക്കിനോടോ അയാൾ ചെയ്യുന്ന ഈ ഒരു പ്രൊഫഷനോടോ അതിനോടൊന്നും എനിക്ക് ഒരു തരത്തിലും ഈ പറഞ്ഞ മാതിരി ഒരു ഡിസ്റെസ്പെക്ട് ചെയ്യേണ്ടതോ ജലസോ കാര്യങ്ങളോ ഗ്രഡ്ജൊന്നുമില്ല. പിന്നെ ഇയാൾ ഈ പറഞ്ഞ ഈ സാധനമല്ലടാ, ഇത് ഈ അരി മേടിക്കാനുള്ള സാധനം, അത് ഞാൻ സമ്മതിക്കണം, അത് തുറന്ന് സമ്മതിക്കണം. ഇപ്പോൾ ഞാൻ ആരാണെങ്കിലും, ഇപ്പോൾ അങ്ങേരാണെങ്കിലും, ഇനിയില്ല മുഖ്യമന്ത്രി ആണെങ്കിലും, പ്രധാനമന്ത്രിയാണെന്നുണ്ടെങ്കിലും, നടനാണെങ്കിലും, നാട്ടിലെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇൻസിഡന്റ് ആണെങ്കിൽ പോലും ഇപ്പൊ നിങ്ങളുടെയൊക്കെ ചാനലിൽ ഞാൻ വീഡിയോ എടുക്കാറുണ്ട്, അരിയാണ്. നിങ്ങൾ എൻ്റെ ഇന്റർവ്യൂ എടുക്കുന്നത് എന്താ, നിങ്ങൾക്ക് അരിയാണ്. സിനിമ ഇറങ്ങുന്നു, ഞാൻ ഒരു വലിയ നടൻ ചെറിയ നടന്നില്ല, ഒരു സിനിമ കാണുന്നു, ടിക്കറ്റ് 200-300 കൊടുക്കുന്നു, അതിനുള്ള ബെനിഫിറ്റ് ആർക്കാ പോകുന്നത്? സിനിമാക്കാർക്കല്ലേ. അപ്പൊ ഉണ്ണിമുകുന്ദന്റെ സിനിമ ഞാൻ കാണുമ്പോൾ അയാൾക്ക് അരി കിട്ടിയിട്ടുണ്ട് എന്നിലൂടെ, ഇല്ലാന്ന് പറയാൻ പറ്റൂ? ഇല്ല.